വർദ്ധിച്ചു വരുന്ന ലഹരി ആസക്തിക്കെതിരെയും സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെയും രാവണേശ്വരം അഴീക്കോടൻ ക്ലബിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ നാട്ടുകൂട്ടായ്മയും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ജ്വാലയും സംഘടിപ്പിച്ചു. പരിപാടി കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്ത് ഉദ്ഘാടനം ചെയ്തു. ലഹരി വിപത്തിനെതിരെ നാട് ഒറ്റക്കെട്ടായി പ്രതിരോധം തീർത്തില്ലെങ്കിൽ ഇനിയുള്ള യുവത്വം ലഹരിക്ക് അടിമപ്പെട്ടു പോകുമെന്ന് ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്ത് പറഞ്ഞു. രാവണേശ്വരം അഴീക്കോടൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ നാട്ടുകൂട്ടായ്മയും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ജ്വാലയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസം 5ാം ക്ലാസ്സാണ്. 2.5 വയസ്സുള്ളപ്പോൾ അച്ഛൻ നഷ്ടപ്പെട്ട് 5ാം ക്ലാസ്സിൽ വെച്ച് പഠനം നടത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ബീഡി തൊഴിലാളിയെ മാറി അദ്ദേഹം EMS ഒരു ശൈലിയുണ്ട്, AKGക്ക് ഒരു ശൈലിയുണ്ട്, അതേമാതിരി പാട്ടൻജിക്ക് ഒരു ശൈലിയുണ്ട്. അഴീക്കോട്ടെ രാഘവൻ ആ ശൈലിയാണ് നേരത്തെ ഗോവിന്ദൻ മാഷും അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലൊക്കെ പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. രാഷ്ട്രീയ വിദ്യാഭ്യാസം നേടണമെന്നുള്ളത് പഠനം നടത്തി ഗവേഷണം നടത്തി അല്ലെങ്കിൽ എഴുതിയല്ല അഴീക്കോടൻ രാഘവൻ രാഷ്ട്രീയ വിദ്യാഭ്യാസം നേടിയത്. ഞാൻ നേരത്തെ പറഞ്ഞ കോളറ ഈ കേരളത്തെ ആകമാനം ബാധിച്ചപ്പോൾ ആ കോളറയുടെ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തിനുവേണ്ടി സാധാരണക്കാരുടെ ഇടയിൽ പ്രവർത്തിച്ചു. ഹോസ്ദുർഗ് ജനമൈത്രി പോലീസ് ഓഫീസർ പ്രദീപൻ കോതോളി ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MG പുഷ്പ, ജാനൂർ പഞ്ചായത്ത് അംഗം M ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ക്ലബ്ബ് സെക്രട്ടറി വിനോദൻ KV സ്വാഗതം പറഞ്ഞു. ക്ലബ്ബ് പ്രസിഡന്റ് പ്രകാശൻ P അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് ട്രഷറർ രവീന്ദ്രൻ KV ചടങ്ങിന് നന്ദി അറിയിച്ച് സംസാരിച്ചു. തുടർന്ന് ലഹരിവിരുദ്ധ ജ്വാല തീർത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.